ശ്രീ നിതിൻ എഫ്, ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വിഷയം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം എടുത്തത് ഒരു വലിയ സാമൂഹിക വിപത്താണ് മുന്നിലുള്ളത്. കാരണം ഇന്നലെ 32 പ്രതികൾ പിടിയിൽ, അതിൽ 16 പേർ കുട്ടികളാണെന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കുട്ടികൾ ആരാധിക്കുകയാണോ ഗുണ്ടകളെ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഒരു മാനസിക തലം എന്താണ്? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മെയിൽസിന്റെ ഒക്കെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ലെവല് ഹയറായിട്ട് വരുന്ന ഒരു ഏജ് ആണ് ഒരു 16-17 വയസ്സെന്നൊക്കെ പറയുന്നത്. ഇപ്പം ഈ ടീനേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇപ്പോ കൂടുതലും ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ടെസ്റ്റോസ്റ്ററോൺ ലെവല് ഹയറായിട്ട് നിൽക്കുന്ന ഒരു 16-നും 26-27 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൽ ഇൻഡിവിജ്വലിന്റെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതുപോലെ ഒരു ഹീറോയിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇവരെ പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള മേഖലയിൽ അവരുടെ ഒരു എനർജിയും എന്തൂസിയാസവും റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും ചാനലൈസ് ചെയ്ത് വിടാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ യങ്ങർ ജനറേഷൻ പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകള് ഒരു പ്രധാന ഘടകമാകുന്നു എന്നുള്ള വസ്തുതയാണ്. ഒരിക്കലും അവരുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ഈ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, എന്തൂസിയാസം അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള ഒരു പ്രവണത അതിന് നമുക്ക് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ സപ്രസ് ചെയ്യാനോ സാധിക്കില്ല. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ പുറത്തു വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവയെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഒരു കാലഘട്ടം ഇങ്ങനെ മാറി വരുന്നതനുസരിച്ച് ഇപ്പൊ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ തന്നെ നമ്മുടെ യങ്ങർ ജനറേഷൻ വളരെ കുറവാണ്. കൂടുതലും ആൾക്കാര് മൊബൈലിലും അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഗെയിമുകളിലും ആക്ടിവിറ്റികളിലും ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇവരുടെ ഒരു എനർജി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള മേഖലയിൽ ചാനലൈസ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഇവന്റുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്തിന് തൊട്ടു മുന്നേ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ, അതിന്റെ ടാഗ്ലൈൻ തന്നെ പറയുന്നത് എങ്ങനെയാണ്? വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ. അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ച് ലൈനുകളൊക്കെ തന്നെ യങ്ങർ ബ്ലഡിലേക്ക് കുത്തിവെക്കുകയാണ്. കുത്തിവെക്കുമ്പോൾ അവർ ഈ വയലൻസ് ആവുന്നത് അവരുടെ ഒരു ലൈഫിന്റെ തന്നെ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ തന്നെ എക്സിസ്റ്റൻഷ്യൽ നീഡായിട്ട് പലരും അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിനിടയിൽ ഒരു ഫിറ്റ്നസ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനിടയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിൽ ഒരു ഹയർ എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനെ വീഡിയോ എടുക്കുകയും അതിനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മുടെ സമൂഹം വിലയിരുത്തേണ്ടതും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് നമ്മുടെ യങ്ങർ ജനറേഷനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കുറെ കൂടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യലി ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മെസ്സേജും ഈ അടുത്ത് പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു 10-20 വർഷം മുന്നേ ഇറങ്ങിയിരുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കൂടുതലും റിലേഷൻഷിപ്പുകൾക്കും വാല്യൂസിനും അല്ലെങ്കിൽ അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് കൺവേ ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന സിനിമകളെല്ലാം എടുത്ത് നോക്കിയാൽ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് പോകുന്നത്. അടുത്ത് എന്ത് സംഭവം അല്ലാതെ അതിനകത്ത് ഒരു സ്റ്റോറിയോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാല്യൂയോ തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും സിനിമാ ആരാധകരെ, സിനിമാ താരങ്ങളെ ആരാധിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് അതിൽ നിന്ന് മാറി ഗുണ്ടകളെ ആരാധിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്ന് പറയുന്നത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ശ്രീ